നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗഹൃദങ്ങളില്ലാത്തവർ വളരെ വിരളമാണല്ലേ. കുട്ടിക്കാലം മുതലേ നമ്മുടെ സൗഹൃദങ്ങളെയൊക്കെ കൂട്ടിയിണക്കി ഇന്ന് വരെയും തുടരുന്നവർ ഉണ്ട്. നമ്മുടെയൊക്കെ സൗഹൃദം ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ ഉള്ളതാണെങ്കിൽ എത്ര കാലയളവ് കഴിഞ്ഞാലും അത് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ കൂട്ടുകാരെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോഴൊന്നും നമുക്ക് പെട്ടെന്ന് അവരുടെ സമീപത്തേക്ക് ഓടിയെത്താനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. നമ്മുടെ സാഹചര്യങ്ങളും നമ്മൾ ദേശത്തിൻ്റെ പല ഭാഗത്താകുമ്പോൾ നമുക്ക് കാണാനോ കണ്ടുമുട്ടുവാനോ ഒന്നും സാധിച്ചില്ല എങ്കിലും നമ്മൾ മീഡിയ കൂടെയും ഒക്കെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ബന്ധപ്പെടുന്നു അല്ലേ. ഫോണൊക്കെ വിളിച്ച് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളോട് നമ്മുടെ സുഹൃത്ത് അവരുടെ ഒരു വിഷമം നിന്നോട് പങ്കുവെക്കുകയാണ്. അവർക്ക് വിഷമം പങ്കുവെക്കുമ്പോൾ ആ വിഷമത്തിൽ നിനക്ക് പങ്കുചേരാൻ കഴിയുന്നുണ്ടെങ്കിൽ നിൻ്റെ സുഹൃത്തിനെക്കുറിച്ച് വേറൊരു വ്യക്തി എന്തെങ്കിലും പറയുമ്പോൾ ആ സുഹൃത്തിനോട് ചേർന്ന് നിൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആ സുഹൃത്തിനോട് ചേർന്ന് വേറൊരു വ്യക്തിയോട് ചേർന്ന് നിൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കളങ്കപ്പെടുത്തുവാനോ ശ്രമിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നിൻ്റെ യഥാർത്ഥ സൗഹൃദമാണെന്ന്. കാരണം അവൻ്റെ വീഴ്ചയിലോ അവൻ്റെ തകർച്ചയിലോ അവൻ്റെ സങ്കടത്തിലോ നിനക്ക് പങ്കുചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഒരു ഫ്രണ്ട്ഷിപ്പായിരിക്കും. എന്നാൽ അവർക്ക് ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക, എന്നാൽ 1000-ൽ ഒരുവനിൽ നിന്ന് മാത്രമേ ഉപദേശം സ്വീകരിക്കാവൂ എന്ന്. നമ്മളൊരു യഥാർത്ഥ സുഹൃത്താണെങ്കിൽ നമ്മളെപ്പറ്റി നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന സൗഹൃദങ്ങളുണ്ട്. നമ്മളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും മോശമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ സുഹൃത്തിനെ കളങ്കപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് യഥാർത്ഥ സുഹൃത്താണ്. നമ്മൾ പരമാവധി നമ്മൾ ശ്രമിക്കുക, ആരെക്കുറിച്ച് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് അല്ലെങ്കിൽ ഈ കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഒരു വ്യക്തിയെ മുമ്പിൽ കൂടെ കാണുന്ന ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അവരുടെ ഉള്ളെന്താണെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നും ഒന്നും നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് അറിയാത്ത കാര്യത്തിൽ നമ്മൾ കുറ്റം പറഞ്ഞ് അവരുടെ ജീവിതത്തെ വിഷമിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുക.